ഹലോ, വെൽക്കം ടു മാത്സിയോൺ. മാത്സിയോണിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് PSC എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീ എക്സാം സീരീസിന്റെ തേർഡ് എക്സാമിന്റെ സൊല്യൂഷൻസ് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 1 to 9 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതിൽ നമ്മൾ 10 to 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, that R be a reflexive relation on a finite set A having n elements and let there be m ordered pairs in R. ഓക്കെ, അപ്പൊ നോക്കൂ, എ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിന്റെ കാർഡിനാലിറ്റി എത്രയാണ്? n ആണ്. ഓക്കെ, ആർ എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ ഓൺ എ ആണ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് ഞാൻ തൽക്കാലം 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന സെറ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ആർ എന്ന് പറയുന്ന റിലേഷന്റെ പ്രത്യേകത എന്താ? അത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ അതിൽ 1, 1 ഉണ്ടാവണം, 2, 2 ഉണ്ടാവണം, എക്സെട്ര n എന്തായാലും ഉണ്ടാവണം. ഓക്കെ, n ഉണ്ടാവണം. ഓക്കെ, ഇത് ഇത്രയും ഉണ്ടാവണം. പിന്നെ എക്സെട്ര ഏതെങ്കിലുമൊക്കെ എലമെന്റുകൾ ഉണ്ടാവാം, കുഴപ്പമില്ല. ഓക്കെ, സോ കാർഡിനാലിറ്റി ഓഫ് ആർ എന്ന് പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്തായിരിക്കണം? n ആയിരിക്കണം അല്ലെ? കാരണം ഇത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഈ 1, 1, 2, 2 എക്സെട്ര n അതിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോ എന്താണ് നോക്കൂ, ആൻഡ് ലെറ്റ് ദർ ബി m ഓർഡേർഡ് പേയേഴ്സ് ഇൻ ആർ എന്നാണ് അല്ലെ? ആറില് m ഓർഡേർഡ് പേയേഴ്സ് ഉണ്ടെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ആർ m ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്തായിരിക്കും? n ആയിരിക്കും. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് f from R to R is a continuous function such that f of x plus y equal to f of x plus f of y for all x comma y belongs to R, then f increasing if f of 1 greater than or equal to 0 and decreasing if f of 1 less than or equal to 0. Okay, അതുപോലെ increasing if f of 1 less than or equal to 0 and decreasing if f of 1 greater than or equal to 0. f is not an increasing function, f is neither an increasing nor decreasing function എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈങ് ദിസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഫോം എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്നുള്ള ഫോമിലായിരിക്കും അല്ലെ? ലീനിയർ ഫോമിലായിരിക്കും, എ എക്സ് എന്നുള്ള ഫോമിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്നുള്ള ഫോമിൽ വരും അല്ലെ? കാരണം ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? എ ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലെ? അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് പ്ലസ് എ വൈ, ദാറ്റ് ഈസ് എ എക്സ് പ്ലസ് എ വൈ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ വരും. ഓക്കെ, സോ എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഈ നമുക്ക് ഫംഗ്ഷൻ കിട്ടി. എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് ആണ് നമുക്ക് ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കണം. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് അതെന്താണ്? എ ആണ്. അപ്പം ഇൻക്രീസിങ് എപ്പാ? എഫ് ഈസ് ഇൻക്രീസിങ് if എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അല്ലെ? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. ഓക്കെ, സോ അതെപ്പോഴാണ്? അതായത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. ഓക്കെ, ഇനി എന്താ എ നോക്കൂ. എഫ് ഓഫ് 1 എന്താ? എ ആണ്. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 1 ആണ് എ, അതായത് എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എഫ് ഈസ് ഡിക്രീസിങ് എപ്പോഴാ? ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്, അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്, അതായത് എഫ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഓക്കെ, എഫ് ഇൻക്രീസിങ് ഇഫ് എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, എഫ് ഡിക്രീസിങ് ഇഫ് എഫ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് വരിക. ഓക്കെ, ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ ശരിക്കും വരുന്നത്? അവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എഫ് ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എ 0 അല്ലെ? എ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ മൊത്തത്തിൽ 0 ആയിട്ട് മാറും. ഓക്കെ, സോ അവിടെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് വരിക. അപ്പം അത് ഇൻക്രീസിങ് ഡിക്രീസിങ് അല്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക അല്ലെ? സോ നമുക്ക് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്റഗ്രൽ 0 to pi by 2 സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ഐ എന്ന് വിളിക്കുന്നു. ഐ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ എക്സ് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഇതിനെ തന്നെ എനിക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 0 to pi by 2 അല്ലെ? പൈ ബൈ 2. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a
എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ആണ് അല്ലെ, എ മൈനസ് എക്സ് ഡി എക്സ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിവിടെ അപ്ലൈ ചെയ്യുന്നു. 0 to π/2 എന്തായിട്ട് മാറും, സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ π/2 മൈനസ് എക്സ് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ π/2 മൈനസ് എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് കോസ് π/2 മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ π/2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ് അല്ലെ. സോ ഇത് എന്ത് വരും, കോസ് എക്സ് റൂട്ട് കോസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് കോസ് π/2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ് അല്ലെ. സോ ഇത് റൂട്ട് സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതും ഐ ആണ് അല്ലെ. അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു കഴിഞ്ഞാൽ 1 + 2 എനിക്ക് എന്ത് കിട്ടും, i plus i 2i ഈക്വൽ ടു എന്ത് കിട്ടും, ഇന്റഗ്രൽ 0 to π/2. ഡിനോമിനേറ്റർ രണ്ടിന്റെയും സെയിം ആണ് അല്ലെ. സോ ന്യൂമിനേറ്റർ ആഡ് ചെയ്താൽ മതി, റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ് വരും അല്ലെ. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. സോ ഇത് എന്തായിട്ട് മാറും, ഇന്റഗ്രൽ 0 to π/2 ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എക്സ് 0 to π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, π/2 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി, 2i ഈക്വൽ ടു π/2 എന്ന് കിട്ടി. സോ i ഈക്വൽ ടു എന്തായിരിക്കും, π/4 ആയിരിക്കും. i ഈക്വൽ ടു π/4 ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് നോട്ട് കൗണ്ടബിൾ? കൗണ്ടബിൾ അല്ലാത്ത സെറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സെറ്റ് നോക്കുക, n പവർ r where r greater than 1 and n is the set of all natural number. ഓക്കെ, അപ്പൊ ഇവിടെ n പവർ r എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ആണ്. n നമുക്കറിയാതെ എന്താണ്, കൗണ്ടബിൾ ആണ് അല്ലെ. കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ് അല്ലെങ്കിൽ ഡെന്യൂമറബിൾ ആണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ കാർഡിനാലിറ്റീനെ നമ്മൾ അലിഫ് നോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. അലിഫ് നോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ n പവർ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, n ഇൻറ്റു n ഇൻറ്റു എക്സെട്ര ഇൻറ്റു n ഇൻറ്റു എക്സെട്ര എന്നുള്ള രീതിയിൽ പോകും അല്ലെ. r എന്ന് പറയുന്നത് ഏതോ ഒരു ഇന്റിജർ ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, സോ എന്താണ് വരുന്നത് ഇവിടെ, n പവർ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടബിൾ പ്രോഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ് ആണ്. ഓക്കെ, കൗണ്ടബിൾ സെറ്റ് ആണ്. ഓക്കെ, കൗണ്ടബിൾ പ്രൊഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ് ആണ് n പവർ r എന്ന് പറയുന്നത്. ഓക്കെ, r എന്ന് പറയുന്നത് ഇന്റിജർ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അത് ഇന്റിജറിന് ഇവിടെ കൊടുത്തിട്ടില്ല, ഇന്റിജറോ റാഷണൽ നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല. അവിടെ കൗണ്ടബിൾ പ്രൊഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ് വരും. കൗണ്ടബിൾ പ്രൊഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് n പവർ r എന്ന് പറയുന്നത് ഏതൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ് വരിക അല്ലെ. സോ അതെന്ത് വരും, കൗണ്ടബിൾ പ്രൊഡക്റ്റ് അല്ല, ഫൈനൈറ്റ് പ്രൊഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ്. ഓക്കെ, കൗണ്ടബിൾ അല്ല, r എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ അല്ലേ. അപ്പൊ ഫൈനൈറ്റ് പ്രൊഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ് ആണ് വരിക. സോ കൈനോട്ട് പവർ r എന്ന് വരും. അതെന്തായിരിക്കും, അലിഫ് നോട്ട് പവർ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഫ് നോട്ട് തന്നെ ആയിരിക്കും. ഫൈനൈറ്റ് പ്രൊഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ് എന്തായിരിക്കും, കൗണ്ടബിൾ ആയിരിക്കും വരിക. ഓക്കെ, കൗണ്ടബിൾ ആയിരിക്കും വരിക. ഓക്കെ, സോ ഇത് കൗണ്ടബിൾ സെറ്റ് ആണ്. സോ ഇതല്ല ആൻസർ. ഓക്കെ, ഇനി അടുത്തത് 0,1 പവർ n എന്നുള്ള ഫോമിലാണ് വരുന്നത് അല്ലെ. അപ്പൊ അത് സെറ്റ് ഓഫ് ഓൾ സീക്വൻസ് വിച്ച് ടേക്സ് 0 and 1. ഇപ്പൊ 0,1 ഓൾ പവർ n നാച്ചുറൽ നമ്പറിന്റെ പവർ വരുന്നതിനെ നമ്മൾ അത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0ഉം 1ഉം കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ 0ഉം 1ഉം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സീക്വൻസുകളുടെ കളക്ഷനോട് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ 2 ആണുള്ളത്. 2 പവർ അലിഫ് നോട്ട് എന്നാണ് വരിക. 2 പവർ അലിഫ് നോട്ട് എന്ന് പറയുന്നത് കണ്ടിനം നമ്പർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അത് അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ 0,1 എന്ന് പറഞ്ഞ 2 എലമെന്റ് കൊണ്ട് നമുക്ക് അൺകൗണ്ടബിൾ നമ്പർ ഓഫ് സീക്വൻസസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ബി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, സെറ്റ് ഇൻഡിജേഴ്സ് കൗണ്ടബിൾ ആണെന്ന് അറിയാം. സോ നമുക്കിതല്ല. √2q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. q കൗണ്ടബിൾ ആണ്. ക്യൂവിന്റെ കൂടെ √2 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടുള്ളത് കൊണ്ട് വരുന്നില്ല, കൗണ്ടബിലിറ്റിക്ക് മാറ്റമൊന്നും വരുന്നില്ല. സോ ഇതും കൗണ്ടബിൾ ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. ഇഫ് എ സീക്വൻസ് ഓഫ് റിയൽസ് ഈസ് നോട്ട് മോണോട്ടോൺ ദെൻ എവരി വൺ ഓഫ് ഇറ്റ് സബ്സീക്വൻസ് ഈസ് നോട്ട് മോണോട്ടോൺ. ഓക്കെ, ഇഫ് ഇല്ല, എവരി വൺ ഓഫ് ഇറ്റ്സ് സബ്സീക്വൻസ് ഈസ് നോട്ട് മോണോട്ടോൺ. ഒരു സീക്വൻസ് മോണോട്ടോൺ അല്ലെങ്കിൽ അതിന്റെ ഒരു സബ്സീക്വൻസും മോണോട്ടോൺ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഇപ്പൊ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ എടുത്താൽ മതി. ഇപ്പം എൻ ഈക്വൽ ടു ഞാൻ ഇങ്ങനെ എടുക്കുന്നു, 1 മൈനസ് 2 3 മൈനസ് 3 സോറി 1 മൈനസ് 2 3 മൈനസ് 4 എക്സെട്ര എന്ന് പറഞ്ഞെടുക്കുന്നു. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? -1 പവർ n പ്ലസ് 1 n എന്നുള്ള ഫോമിൽ എഴുതാം അല്ലെ. അപ്പൊ അതെന്താ വരും? n 1 ആവുന്ന സമയത്ത് 1 വരും, n 2 ആവുന്ന സമയത്ത് -2 വരും, അങ്ങനെ പോകും. ഓക്കെ, ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ? ഇത് മോണോട്ടോൺ അല്ല, നോട്ട് മോണോട്ടോൺ അല്ല. പക്ഷെ അതിന്റെ സബ്സീക്വൻസ് ഞാൻ an+1 എടുത്താൽ, അല്ലെങ്കിൽ a2n-1 എടുത്താൽ, ഓഡ് ടേമുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ 1 3 5 എക്സെട്ര എന്ന് പറഞ്ഞ് ഇതെന്താണ്? ഒരു മോണോട്ടോൺ സീക്വൻസ് ആണ് അല്ലെ, ഇത് മോണോട്ടോൺ സീക്വൻസ് ആണ്. സോ ഈ ഓപ്ഷൻ തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തെന്താണ്? ഇഫ് എ സീക്വൻസ് ഓഫ് റിയൽ ഈസ് അൺബൗണ്ടഡ് ദെൻ എവറി വൺ ഓഫ് ഇറ്റ് സബ്സീക്വൻസ് ഈസ് അൺബൗണ്ടഡ്. അതും റോങ് ആണ്. അതിന് നമ്മൾ എന്ത് സീക്വൻസ് എടുത്താൽ മതി? ഇതുപോലെ തന്നെ ഞാൻ സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നു. 1 1/2 3 1/4 5 1/6 എക്സെട്ര എന്നുള്ള രീതിയിൽ. ഓഡ് ആണെങ്കിൽ n, ഈവൺ ആണെങ്കിൽ 1/n എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതെന്താണ്? അൺബൗണ്ടഡ് ആണ്. ബട്ട് എന്താണ് a2n എന്ന് പറയുന്നത് എന്താണ്? 1/2 1/4 എക്സെട്ര എന്ന് പറയുന്നുണ്ടായിരിക്കും ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും അല്ലെ. കാരണം അത് 0യിലേക്ക് കൺവെർജ് ചെയ്യാണ്. സോ മാക്സിമം വാല്യൂ 1/2, മിനിമം വാല്യൂ 0 ആയിട്ട് വരും. അപ്പൊ അത് ബൗണ്ടഡ് സീക്വൻസ് ആണ്. സോ അൺബൗണ്ടഡ് സീക്വൻസിന് ബൗണ്ടഡ് സബ് സീക്വൻസ് ഉണ്ടാവാം. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ് എന്താണ്? ഇഫ് എ സീക്വൻസ് ഓഫ് റിയൽ ഈസ് ബൗണ്ടഡ് ദെൻ എവരി വൺ ഓഫ് ഇറ്റ് സബ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. മൊത്തം സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതിന്റെ ഏത് സബ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് ബൗണ്ടഡ് തന്നെ ആയിരിക്കും. സോ ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇഫ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഈസ് നോട്ട് കൺവേർജന്റ് എവറി വൺ ഓഫ് ഇറ്റ്സ് സബ്സീക്വൻസ് ഈസ് നോട്ട് കൺവേർജന്റ്. അതും തെറ്റാണ്. നമ്മൾ നേരത്തെ എടുത്ത് ഇതേ സീക്വൻസ് എടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? n ഈക്വൽ ടു -1 പവർ n എടുത്തു. എന്താ വരിക? 1 -1 1 -1 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ് ആണ്. ഇതെന്തല്ല? നോട്ട് കൺവേർജന്റ് ആണ്. ഇത് കൺവേർജന്റ് അല്ല, ഇത് ഓസിലേറ്റിംഗ് സീക്വൻസ് ആണ്. പക്ഷെ a2n എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? -1 -1 -1 എക്സെട്ര എന്നാ വരിക. ഇത് കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. ഇത് കൺവേർജന്റ് ആണ്, കൺവേർജിങ് ടു -1 ആണ് അല്ലെ. സോ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് സീരീസ് un is a positive term series and limit n tending to infinity un all power 1/n equal to m. ഇതെന്താ വരുന്നത്? ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ? ഒരു പോസിറ്റീവ് ടേം സീരീസിന്റെ nth റൂട്ട്, കോഷീസ് nth റൂട്ട് ടെസ്റ്റ് ആണ് പറയുന്നത്. nth റൂട്ട് ടെസ്റ്റ് പറയുന്നത് എന്താണ്? സീക്വൻസ് series of positive term series of real numbers is convergent if this limit n tending to infinity un all power 1/n അല്ലെങ്കിൽ nth root of un equal to l അല്ലെങ്കിൽ m which is less than 1 ആണെങ്കിൽ അത് കൺവെർജന്റും greater than 1 ആണെങ്കിൽ അത് ഡൈവർജന്റും ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുക? സീരീസ് un is convergent if m less than 1. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ correct answer വരും. Okay. Next question, which of the following statement is correct? If f is integrable, then mod f is integrable. If mod f is integrable, then f is also integrable. If f is integrable, then mod f is need not be integrable എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. എഫ് ഇന്റഗ്രബിൾ ആണെങ്കിൽ മോഡ് എഫും ഇന്റഗ്രബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ബി ഓപ്ഷൻ എങ്ങനെ തെറ്റുക? മോഡ് എഫ് ഇന്റഗ്രബിൾ ആണെങ്കിൽ എഫ് ഇന്റഗ്രബിൾ ആണോ എന്നുള്ളത്. ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 if x belongs to q എന്നും 1 if x belongs to q കോംപ്ലിമെന്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതെന്താണ്? നോവേർ എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ദെയർഫോർ എന്തല്ലാന്ന് കിട്ടും? നോട്ട് റീമാൻ ഇന്റഗ്രബിൾ ആണെന്ന് കിട്ടും. ഓക്കെ, ഇത് റീമാൻ ഇന്റഗ്രബിൾ അല്ല. പക്ഷെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഫോർ ഈക്വൽ ടു 1 ഫോർ എവരി എക്സ് ഇൻ ആർ ആയിട്ട് വരും. ഇതെന്താണ്? റീമാൻ ഇന്റഗ്രബിൾ ആണ്. ഓക്കെ, അപ്പം എന്ത് കിട്ടി? മോഡ് എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണ്. ബട്ട്
എഫ് ഈസ് നോട്ട് അല്ലെ, എഫ് റീമാൻ ഇന്റഗ്രബിൾ അല്ല. സോ മോഡ് എഫ് റീമാൻ ഇന്റഗ്രബിൾ ആയതുകൊണ്ട് എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണെന്നില്ല. പക്ഷെ ബി തെറ്റാണ്. ഇനി എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണെങ്കിൽ മോഡ് എഫ് എന്തായാലും റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. സോ സി ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ഓഫ് സെഡ് ബി an entire function such that mod f of z tending to 1 as mod z tending to infinity. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. സെഡ് ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ മോഡ് എഫ് ഓഫ് സെഡ് 1 ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ എൻഡയർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞത് ബൗണ്ടഡ് ആണ്, ഇവിടെ എൻഡയർ തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നിട്ടുണ്ട്. ഇപ്പം എന്താണ് നമുക്ക് കിട്ടി, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ബൗണ്ടഡ് പ്ലസ് എൻഡയർ ആണ്. ഓക്കെ, എൻഡയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിയോ വില്ലിയസ് തിയറം പറയുന്നുണ്ട്. ലിയോ വില്ലിയസ് തിയറം പറയുന്നത് എന്താണ്, ബൗണ്ടഡ് എൻഡയർ ഫങ്ഷൻസ് ഇൻ കോംപ്ലക്സ് പ്ലെയിൻ ഈസ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, കോൺസ്റ്റന്റ് സി ബിലോങ്സ് ടു ഐ ആയിരിക്കും. സി ബിലോങ്സ് ടു സി ആയിരിക്കും. സോ ഇതൊരു കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, എഫ് ഓഫ് 1 ഈക്വൽ ടു ഐ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഐ ഫോർ എവരി സെഡ് ഇൻ സി ആയിരിക്കും. സോ എഫ് ഓഫ് 2 എന്തായിരിക്കും വരിക, ഐ തന്നെ ആയിരിക്കും വരിക. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഓവർ സി ഇ പവർ സെഡ് ബൈ സെഡ് പവർ 4 ഡി സെഡ് വേർ സി ഈസ് മോഡ് സെഡ് ഈക്വൽ ടു 1. എന്താണ് ഈ മോഡ് സെഡ് ഈക്വൽ ടു 1? മോഡ് സെഡ് ഈക്വൽ ടു 1 ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് 1 വിത്ത് സെന്റർ 0. ഓക്കെ, ഇതാണ് മോഡ് സെഡ് ഈക്വൽ ടു 1 ഉള്ളത്. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് നോക്കൂ, ഇ പവർ സെഡ് ഡിവൈഡ് ബൈ സെഡ് പവർ 4 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, സെഡ് ഈക്വൽ ടു 0 വരുമ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെഡ് ഈക്വൽ ടു 0 ഇസ് എ സിംഗുലാർ പോയിന്റ് ആണ്. അതിന്റെ ഓർഡർ എത്രയാ, ഓർഡർ ഈക്വൽ ടു 4 ആണ് അല്ലെ. 4 ആണ്, സെഡ് പവർ 4 ആണ്. സോ ഓർഡർ 4 ആയിട്ടുള്ള സിംഗുലാരിറ്റി ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒറ്റ സിംഗുലാർ പോയിന്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എന്താണോ ഉള്ളത് സെഡ് മൈനസ് സെഡ് നോട്ട്, അല്ലെങ്കിൽ ഏതാണോ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് എഴുതാം, ഹോൾ പവർ എൻ ആണെങ്കിൽ ഈക്വൽ ടു എൻ. ഇതാണ് സിംഗുലാർ പോയിന്റ് എങ്കിൽ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ എൻ ആണെങ്കിൽ അത് ഈക്വൽ ടു എന്താണ്, 1/n-1 ഫാക്ടോറിയൽ 1/n-1 ഇൻറ്റു എഫ് n-1th ഡെറിവേറ്റീവ് അറ്റ് സെഡ് നോട്ട് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇ പവർ സെഡ് ബൈ സെഡ് പവർ 4 ആണ്. സെഡ് ഈക്വൽ ടു 0 ആണല്ലേ. അപ്പൊ സെഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇവിടെ ഇതിന്റെ ന്യൂമറേറ്റർ അതെന്താണ്, ഇ പവർ സെഡ് ആണ്. എൻ എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി ഇ പവർ സെഡ് ബൈ സെഡ് പവർ 4 എന്ന് പറയുന്നത് എന്ത് വരും, 2πi ഡിവൈഡ് ബൈ 4-1 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഇൻറ്റു തേർഡ് ഡെറിവേറ്റീവ് ഓഫ് സെഡ് നോട്ട് എന്ന് വരും. ഓക്കെ, അപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ പവർ സെഡ് ആണ്. എഫ് ഡാഷ് ഓഫ് സെഡും ഇ പവർ സെഡ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവും തേർഡ് ഡെറിവേറ്റീവും ഒക്കെ എന്ത് വരും, ഇ പവർ സെഡ് ആണ്. സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 അല്ലേ. എഫ് ഓഫ് എഫിന്റെ തേർഡ് ഡെറിവേറ്റീവ് വെച്ച് 0 ആണ്. തേർഡ് ഡെറിവേറ്റീവ് വെച്ച് 0 എന്ന് പറഞ്ഞാൽ ഇ പവർ 0 ഈക്വൽ ടു എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. സോ 2πi ഇൻറ്റു 3 ഫാക്ടോറിയൽ 6 ഇൻറ്റു 1 വരും. സോ ഇതെന്ത് വരും, πi ഡിവൈഡ് ബൈ 3 എന്ന് വരും. സോ πi ഡിവൈഡ് ബൈ 3 ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദ സീരീസ് n സ്ക്വയർ സെഡ് പവർ n. ഓക്കെ, അപ്പൊ റേഡിയസ് ഓഫ് കൺവെർജൻസ് കാണാൻ 1/r ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1/an ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ത് എഴുതാം, n പ്ലസ് 1 ഹോൾ ബൈ n അല്ലെ, ഹോൾ ബൈ n ഹോൾ സ്ക്വയർ. അതിനെ നമുക്ക് വീണ്ടും ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി
1 plus 1 by n whole square എന്ന് എഴുതാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 by n 0യിലേക്ക് പോകും അല്ലേ. സോ 1 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 1 by r ഈക്വൽ ടു 1. സോ r ഈക്വൽ ടു 1. സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇവിടെ എന്താണെന്ന് കിട്ടും? 1 ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മൈനസ് 1 by z പ്ലസ് സൈൻ 1 by z അറ്റ് സെഡ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഏതാണെന്ന് നോക്കാൻ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് സെറ്റ് ടെൻഡിങ് ടു 0. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. പക്ഷെ സൈൻ 1 by z എന്ന് പറയുന്നത് സൈൻ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതെന്താ അറിയില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ട് അത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിരിക്കും. ഓക്കെ, സിംഗുലാരിറ്റി ആയിരിക്കും. അത് എക്സിസ്റ്റ് ചെയ്താൽ റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. ഇനി ഇൻഫിനിറ്റി ആണ് വരുന്നതെങ്കിൽ അത് പോൾ ആയിരിക്കും. ഇനി അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഇൻഫിനിറ്റോ മൈനസ് ഇൻഫിനിറ്റോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോൾ ആയിരിക്കും. അത് അല്ല, അത് തീരെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അത് എന്തായിരിക്കും? എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? ലോറൻസ് സീരീസ് വെച്ച് ചെയ്യാൻ പറ്റും. ലോറൻസ് സീരീസ് സൈൻ സെഡിന്റെ സീരീസ് എന്താ? സൈൻ സെഡിന് നമുക്ക് സെഡ് മൈനസ് സെഡ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 5 by 5 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സൈൻ 1 by z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1 by z മൈനസ് 1 by 3 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് ക്യൂബ് പ്ലസ് 1 by 5 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് റേസ് ടു 5 മൈനസ് എക്സെട്ര എന്നാ വരിക അല്ലെ. അപ്പം മൈനസ് 1 by z പ്ലസ് സൈൻ 1 by z എന്ന് പറഞ്ഞാൽ എന്തൊരു ഈ 1 by z ടേം പോകുന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ അതുപോലെ തന്നെ വരും. മൈനസ് 1 by 3 ഫാക്ടോറിയൽ z ക്യൂബ് പ്ലസ് 1 by 5 ഫാക്ടോറിയൽ z റേസ് ടു 5 മൈനസ് എക്സെട്ര എന്ന് വരും. ഇത് മൊത്തം പ്രിൻസിപ്പൽ പാർട്ട് ആയിരിക്കും. അപ്പൊ എന്തുണ്ടാവും? ഇൻഫൈനൈറ്റ് ടേംസ് ഉണ്ടാവും പ്രിൻസിപ്പൽ പാർട്ടിൽ, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ പവർ സെഡിന്റെ പവർ വരുന്ന രീതിയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. സോ അതെന്തായിരിക്കും? എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിരിക്കും. ഓക്കെ, എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിരിക്കും. ഇത് ഫൈനൈറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ അത് പോളാണ്. അതുപോലെ തന്നെ ടേംസ് ഒന്നും ഇല്ലെങ്കിൽ അത് റിമൂവബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാത്തമാറ്റിക്സ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.